മലയാള സിനിമയുടെ തുടക്കകാലത്ത് സിനിമയിലേക്കെത്തി മലയാളികളെ ചിരിക്കാൻ പഠിപ്പിക്കുകയും നിറഞ്ഞു ചിരിപ്പിക്കുകയും ചെയ്ത നടൻ. സിനിമയിൽ ഹാസ്യത്തിന് ദിശാബോധം നൽകിയ കലാകാരൻ കെ ഭാസ്കരൻ നായർ അഥവാ അടൂർ ഭാസി. 1953 PRS പിള്ള സംവിധാനം നിർവഹിച്ച തിരമാല എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്കെത്തിയത്. അതൊരു ചെറിയ വേഷമായിരുന്നു. ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ലഭിച്ചത് 1961 പുറത്തിറങ്ങിയ മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിലൂടെയാണ്. അതിനുശേഷം ശ്രീ ഭാസി ഇല്ലാത്ത മലയാള സിനിമകൾ ഇല്ല എന്ന് തന്നെ പറയാം. അനശ്വര നടനായ പ്രേം നസീറിനോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. പ്രേം നസീർ, ഭാസി എന്നിവരിലൂടെ മലയാള സിനിമയ്ക്ക് മികച്ച കൂട്ടുകെട്ട് തന്നെ ലഭിച്ചു. ഭാസി ഏറ്റവും കൂടുതൽ സിനിമയിൽ അഭിനയിക്കുന്നതും പ്രേം നസീറിനൊപ്പമാണ്. ഭാസി ബഹദൂർ ചിരിക്കൂട്ടുകെട്ടും ആ കാലഘട്ടങ്ങളിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ചു. ഹാസ്യവേഷങ്ങൾ കൂടാതെ ക്യാരക്ടർ വേഷങ്ങളിലും വില്ലൻ വേഷങ്ങളിലും ഭാസി മികവ് പുലർത്തി. 700ഓളം ചലച്ചിത്രങ്ങളിൽ ശ്രീ അടൂർ ഭാസി അഭിനയിച്ചു. എഴുത്തുകാരനായും സംവിധായകനായും നിർമ്മാതാവായും സിനിമയിൽ നിറഞ്ഞു നിന്ന പ്രതിഭയായിരുന്നു ശ്രീ അടൂർ ഭാസി.